കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ നങ്കൂരമിട്ട ഫൈബർ വള്ളങ്ങൾ ഒഴുകിപ്പോയി. മത്സ്യത്തൊഴിലാളികളുടെ ഇടപെടലിനെ തുടർന്ന് വള്ളങ്ങൾ മാറ്റി. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഈ ഒഴുകിപ്പോയ വള്ളങ്ങൾ തിരിച്ചു കിട്ടിയോ? എന്താണ് വിശദാംശങ്ങൾ? അനുജ, ട്രോളിംഗ് നിരോധനത്തിന്റെ സമയമാണ്. സ്വാഭാവികമായും വലിയ വള്ളങ്ങളൊന്നും തന്നെ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നില്ല. അങ്ങനെ നങ്കൂരമിട്ട വള്ളങ്ങളായിരുന്നു. അവയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള കടൽക്ഷോഭത്തെ തുടർന്ന് കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നീട് ഇത്തരത്തിൽ ഈ 9 വള്ളങ്ങളാണ്, വലിയ ഫൈബർ വള്ളങ്ങളാണ് വെള്ളത്തിൽ ഒഴുകി നടന്നത്. അങ്ങനെ കടലിൽ ഇവ ഒഴുകി നടക്കുന്നത് കണ്ടതോടുകൂടിയാണ് പിന്നീട് മത്സ്യത്തൊഴിലാളികൾ ഇടപെടുകയും ചെറിയ വള്ളങ്ങളിൽ പോയിക്കൊണ്ട് ആ നങ്കൂരമിട്ടവ അവിടെ നിന്ന് വേർപ്പെടുത്തി, ആ കയറുകളെല്ലാം തന്നെ വേർപ്പെടുത്തി. അല്ലെങ്കിൽ അത് പുലിമുട്ടിൽ കൂട്ടിയിടിക്കും. പുലിമുട്ടിൽ കൂട്ടിയിടിച്ചാൽ വള്ളങ്ങൾ തകരുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇടപെടുകയും അത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. നങ്കൂരമിട്ട ഭാഗത്തുനിന്ന് അവയെല്ലാം തന്നെ മാറ്റാനും അതുപോലെ തന്നെ അവിടേക്ക് മറ്റിടങ്ങളിലേക്ക് അത് മാറ്റാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോൾ 9 വള്ളങ്ങളാണ് ഈ വിധത്തിൽ കടലിലൂടെ ഒഴുകി നടക്കുകയും പിന്നീട് മത്സ്യത്തൊഴിലാളികൾ അത് കരയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. അനുജ, ശരി, സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.